ഹായ് എവരിവൺ, ഐ എം രാഹുൽ ദേവ്, ലക്ഷ്യ സ്കൂൾ പ്ലസ് ഫാക്കൽറ്റി. നമുക്ക് എക്സാം ഇങ്ങോട്ട് ആവാനായി, ഓണപരീക്ഷ ഇങ്ങോട്ട് എത്താനായി. ഏറിപ്പോയ അതിന് 10-20 ദിവസത്തിനകത്ത് നിങ്ങളെ ഓണപരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നല്ല രീതിയിൽ മാർക്ക് വാങ്ങി, അല്ലേ, എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങി സ്കോർ ചെയ്യണം എന്നുള്ളതാവാം. പക്ഷെ എല്ലാവർക്കും എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടാവാം, പ്രതീക്ഷിച്ച പോലെ എനിക്ക് എൻ്റെ സ്റ്റഡീസ് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാറ്റഗറിയിൽ ഉണ്ടാവാം. ചില ആളുകൾക്ക് ഉണ്ടാവാം എക്സാം നല്ല ടെൻഷനാണ്, എങ്ങനെ എക്സാം എഴുതുക, ഇപ്പൊ മുൻ വർഷത്തെ പോലെ ആവണമെന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ടെൻഷനുള്ള ആളുകളും ആവാം. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ കൂടി ഞാൻ പറയുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയല്ല, എന്തായാലും ഫോളോ ചെയ്യണം. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആവാം, പക്ഷെ ഇത് നിസ്സാരമാക്കി കാണാൻ പാടില്ല. എന്തൊക്കെയാണ് ആ ടെക്നിക്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആണുള്ളത് അതിനൊന്ന് ഡിവൈഡ് ചെയ്യുക. എത്ര ദിവസം വെച്ച് ഒരു സബ്ജക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, കൃത്യമായി സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാ പോർഷൻസും കവർ ആവുന്ന രീതിയിൽ ഒരു നിശ്ചിത സമയം ഒരു ദിവസം എന്തായാലും പഠിക്കാൻ നിങ്ങൾ നീക്കി വെച്ചിരിക്കണം. അതിൽ നിങ്ങൾ മടി കാണിക്കാൻ പാടില്ല. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു മാത്രം പോയാൽ മതിയോ? ഇല്ല, അത് റിവൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്യണം, ഒന്ന് മെമ്മറൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോഡുകളാക്കിയിട്ട്, അല്ലേ, ഫണ്ണി കോഡുകളൊക്കെ ആക്കിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷനെ നിങ്ങൾക്ക് സിമ്പിൾ പോയിന്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. പിന്നെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവാം, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, അല്ലേ, അപ്പോൾ അക്കൗണ്ടൻസി ഇത് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റിനൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു ലെക്ചർ നോട്ട് പ്രകാരമോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടായിട്ടോ നിങ്ങൾ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് ഇത് വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഡോറിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മിററിലാവാം, അല്ലേ, നിങ്ങൾ എന്നും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാണുന്ന സമയത്ത് ഇതൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എക്സാമിന് ടെൻഷൻ ഇല്ലാണ്ട് വേണം നിങ്ങൾ പോവാൻ വേണ്ടിയിട്ടും പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടും. അയ്യോ, ഇന്നത്തെ എക്സാം എങ്ങനെയാവും, എനിക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടണില്ല. എക്സാം ഹാളിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കോൺസെപ്റ്റ് മറന്നു പോകും, അല്ലേ. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കാം. ഈ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം മൊത്തം നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ വരുന്ന എക്സാമിനെ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓണം നമുക്ക് എൻജോയ് ചെയ്യണം. ഓണം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സാം എഴുതുക, നല്ല മാർക്ക് വേണം നമുക്ക് കിട്ടാൻ. അതേ പ്രതീക്ഷയിൽ നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്യണം, ഈ എക്സാം എനിക്ക് എന്നെ കൊണ്ട് കഴിയും, അല്ലേ, ഏത് ടോപ്പിക് ആണെങ്കിലും എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് ഇപ്പോൾ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഈ ദിവസം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മിസ്സായിട്ടുള്ള ഭാഗങ്ങളെ നിങ്ങൾക്ക് അതിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഈ സിമ്പിൾ 1, 2, 3 ടിപ്സേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടി നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ, നമുക്കവിടെ എല്ലാ പോർഷൻസും നമ്മുടെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പ്രോപ്പർ വേയിൽ നിങ്ങൾ പോരുമ്പോൾ നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളെ എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം ഫോക്കസ് ചെയ്യണം എന്ന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള നോട്ട്സിൻ്റെ നമ്മുടെ ലൈവ് സെഷൻസ് വരും, മാരത്തോൺ ലൈവുകൾ വരും. പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂൾ പ്ലസിന്റെ ഭാഗമാവുക. നമുക്കൊപ്പം നല്ല മാർക്കോട് കൂടി ഈ ഓണപരീക്ഷ ആയിക്കോട്ടെ, ഇനി വരാനുള്ള എല്ലാ ടേം എക്സാംസും ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് നേരിടാം. സോ ഓണത്തിനും നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതുക. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ജോയിൻ ചെയ്യൂ ലക്ഷ്യ സ്കൂൾ പ്ലസ്. താങ്ക് യു.